ഉള്ളത് പാലക്കാട്ടിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള അഹല്യ ക്യാമ്പസിലെ അഹല്യ ഡയബറ്റിസ് ഹോസ്പിറ്റലിലാണ്. നമ്മളൊരു ഫുഡ് ബ്ലോഗർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കറിയാം, ആവശ്യത്തിൽ കൂടുതലും ഉള്ള ഭക്ഷണം നമ്മൾ അകത്താക്കാറുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ചെറിയൊരു ട്രീറ്റ്മെന്റ് അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തും ഡോക്ടറുമായിട്ടുള്ള ഒരാളാണ് പറഞ്ഞത്, എല്ലാത്തിനും കൂട്ടിയുള്ള ട്രീറ്റ്മെന്റ് നമുക്കൊരു സ്ഥലത്ത് കിട്ടും. കേരളത്തിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഈ ഒരു വെൽനസ് പാക്കേജ് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. കാർഡിയോ ഡയബറ്റിക് വെൽനസ് പാക്കേജ് 2 ദിവസത്തേക്കുള്ള പാക്കേജാണ്. ഇത് ഞാൻ വന്നപ്പോൾ തന്നെ എനിക്കൊരു റിലാക്സ് ആയി. സാധാരണ നമ്മളുടെ ഒരു തിരക്കുകളിൽ നിന്നും നമ്മളുടെ ആകെയുള്ള ടെൻഷനുകളിൽ നിന്നും മാറി ഭയങ്കര ഒരു ഹോളിഡേ മൂഡിലേക്ക് എത്തിയിരിക്കുകയാണ്. പാലക്കാടിൻ്റെ ഈ കരിമ്പനകൾ ഇങ്ങനെ ചുറ്റും നിന്ന് രഹസ്യം ചൊല്ലുമ്പോൾ പോസിറ്റീവ് വൈബിലേക്ക് വരികയാണ്. ഞാനൊരു രോഗിയാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ചികിത്സയ്ക്ക് വന്നതാണെന്നുള്ള കാര്യമൊക്കെ മറന്നുപോയി കേട്ടോ. അപ്പോൾ നമ്മുടെ വെൽനസ് പാക്കേജിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ രോഗനിർണയങ്ങളും തുടർ ചികിത്സാ രീതികളും നടക്കുന്നതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടെ ആയി മാറിയിരിക്കുകയാണ് ഈ ക്യാമ്പസ്. ഇവിടെ ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് ഹിഡൻ ജെംസ് ഉണ്ട്. അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നമുക്ക് ഈ പാക്കേജിൽ. രാവിലെ ഒരു 7 മണിയോടുകൂടി ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. നേരത്തെ വിളിച്ച് നമ്മൾ പാക്കേജ് ബുക്ക് ചെയ്തത് കൊണ്ട് രജിസ്ട്രേഷനും മറ്റു കാര്യങ്ങൾക്കും നമുക്ക് ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിട്ടില്ല. കൃത്യമായിട്ടുള്ള നിർദ്ദേശവും സഹായവും അവിടുത്തെ സ്റ്റാഫ് നമുക്ക് തന്നു. ഒരു മാസം ആദ്യം ഈ പാക്കേജ് ബുക്ക് ചെയ്യുന്ന 50 പേർക്ക് വലിയൊരു ഡിസ്കൗണ്ട് ആണ് ഹോസ്പിറ്റൽ ഓഫർ ചെയ്യുന്നത് കേട്ടോ. ആദ്യം തന്നെ നമ്മളെ ബ്ലഡ് കൊടുക്കാൻ വേണ്ടി ലാബിലേക്ക് പോയി അതിന്റെ റിസൾട്ട് വരുന്നവരെ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറേ ചെക്കപ്സ് ഉണ്ട്. ഇനി നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്, പക്ഷെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാ നേരത്തെയും ഭക്ഷണവും താമസവും ഒക്കെ ഈ പാക്കേജിൽ ഇൻക്ലൂഡ് ആണ് കേട്ടോ. ആദ്യം ECG എടുത്തു, അതിനുശേഷം എക്കോ എടുത്തു, അതിനുശേഷം ട്രെഡ്മിൽ ടെസ്റ്റ് നടത്തി. ഈ വീക്കെൻഡ് ഡയബറ്റിക് ക്ലിനിക്ക് എന്നുള്ളത് അഹല്യയില് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സൗകര്യമാണ്. പ്രത്യേകിച്ചും ജോലിയെ ബാധിക്കില്ല, തിരക്കൊന്നുമില്ല, അത് കൂളായിട്ട് വന്ന് പോകാനുള്ള ഒരു ഫെസിലിറ്റിയാണ്. ഇനി അതിനുശേഷം നമ്മൾ ചെസ്റ്റ് എക്സ്റേയിലേക്ക് പോയി എക്സ്റേയും എടുത്തു. ഇനി നമ്മൾ പോഡിയാട്രി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പോയത്. അപ്പോൾ നമ്മളിപ്പോഴുള്ളത് പ്രമേഹ പാദരോഗ ചികിത്സാ വിഭാഗം, അതായത് പോഡിയാട്രി. ഇത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതൊരു ഒറ്റ ഡിപ്പാർട്ട്മെന്റ് അല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സ് ചേർന്നിട്ടുള്ള ഒരു വിഭാഗമാണ്. പാദരോഗ വിദഗ്ധൻ ഉണ്ടായിരിക്കും, അതായത് പോഡിയാട്രിക് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരിക്കും, എൻഡോക്രൈനോളജിസ്റ്റ് ഉണ്ടാവും, ഒരു കാർഡിയോളജിസ്റ്റും ഉണ്ടായിരിക്കും, പ്ലാസ്റ്റിക് സർജൻ ഉണ്ടാവും. അങ്ങനെ ഒരു കൂട്ടം ഡോക്ടർമാരുടെ ഒരു ടീം വർക്കാണ് ഈ ഹോസ്പിറ്റലിൽ നടക്കുന്നത്. പ്രമേഹ ബാധിതരായിട്ടുള്ളവർ ശ്രദ്ധിക്കാതെ പാദങ്ങൾ മുറിച്ച് മാറ്റേണ്ട അവസ്ഥയിലാണ് ഇവിടെ വന്ന് ചേരുക. പക്ഷെ ഇവർ വളരെ വിദഗ്ധമായിട്ട് അത് റിക്കവർ ചെയ്തിട്ട് സേഫ് ആയിട്ട് വിടാറുണ്ട്. അതുകൊണ്ട് തന്നെ അഹല്യ ഡയബറ്റിക് ഹോസ്പിറ്റലിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ പോഡിയാട്രി. സുഡോസ്കാൻ ആണ് ആദ്യം ചെയ്തിട്ടുള്ളത്. അതിനൂതനമായിട്ടുള്ള ഫ്രഞ്ച് ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന ഒരു മെഷീനാണ് ഈ സുഡോസ്കാന്റെ മെഷീൻ. ചെറിയ ഞരമ്പുകളുടെ ഡാമേജസ് കണ്ടുപിടിക്കാനുള്ള ഒരു സ്കാനാണ്. ഡയബറ്റീസ് ഉള്ളവർക്ക് പെരിഫറൽ ന്യൂറോപ്പതി വരാനുള്ള ചാൻസസ് ഉണ്ട്. പതിയെ കാലിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞു വരികയും കഠിനമായിട്ടുള്ള വേദന തുടങ്ങുകയും ചെയ്യും. പിന്നീട് ഞരമ്പുകൾ പൂർണ്ണമായി നശിച്ചു പോവുകയും കാല് മുറിച്ച് മാറ്റേണ്ട കാര്യങ്ങൾ വരെ സംഭവിക്കാൻ ചാൻസും ഉണ്ട്. അത് ഈ സ്കാൻ വഴി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അടുത്തത് VPT ടെസ്റ്റ് ആണ്. സുഡോസ്കാൻ പോലെ തന്നെ ഞരമ്പുകളുടെ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ചികിത്സ തുടങ്ങാൻ സാധിക്കുകയും ഭാവിയിൽ വരുന്ന കാല് മുറിച്ച് മാറ്റുന്നത് ഉൾപ്പെടെയുള്ള ഭീകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്യും. പ്രമേഹ രോഗികളുടെ കാൽപാദങ്ങളുടെ സുരക്ഷ ഉറപ്പിക്കാനായി അതിനനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ചപ്പൽസ്, ഷൂസ് ഒക്കെ സെറ്റാക്കി കൊടുക്കുന്നുമുണ്ട്. ഇനി നമ്മൾ ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ നമ്മുടെ പാക്കേജിന് ഒരു കോംപ്ലിമെന്റ് ആയിട്ട് ഒരു ന്യൂട്രീഷൻ കിറ്റും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് അഹല്യ. അവിടെ നമ്മൾ ആദ്യം നടത്താൻ പോകുന്ന ടെസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അഡ്വാൻസ്ഡ് ബോഡി കോമ്പോസിഷൻ അനലൈസിസ് ടെസ്റ്റ് ആണ്. അതായത് നമ്മുടെ ശരീരം
മൊത്തം അനലൈസ് ചെയ്തിട്ട് എത്ര ഫാറ്റ് ഉണ്ട്, എത്ര മസിൽ ഉണ്ട്, എത്ര ബോൺ കോമ്പോസിഷൻ ഉണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ് ഈ ടെസ്റ്റ്. ഈ റിപ്പോർട്ട് വെച്ചിട്ട് നമ്മുടെ ശരീരം എങ്ങനെ സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിന്റെ എല്ലാ വിവരങ്ങളും നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. സാധാരണ ഫിറ്റ്നസിന് ആഗ്രഹിക്കുന്നവർ, ബോഡി ബിൽഡ് ചെയ്യുന്നവർക്കൊക്കെയാണ് ഈ ടെസ്റ്റ് ചെയ്യാറ്. പക്ഷെ ഒരു ആശുപത്രിയിൽ ഇത്ര നൂതനമായിട്ടുള്ള മെഷീൻ വെക്കുവാനുള്ള കാരണം ഇതാണ്. അധികം വ്യായാമം ഒന്നുമില്ലാതെ, ഒന്നും ചെയ്യാതെ ഒരു സെഡന്ററി ലൈഫുമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് ഭാവിയിൽ പൊണ്ണത്തടി വരാനും അതിനോടനുബന്ധിച്ച് ഒരുപാട് അസുഖങ്ങൾ വരാനുമുള്ള സാധ്യതയുണ്ട്. സോ നമ്മുടെ തൂക്കത്തിനും നീളത്തിനും വയസ്സിനും അനുസരിച്ച് നമ്മൾ എത്ര ഭക്ഷണം എങ്ങനെ കഴിക്കണം, എത്ര എക്സസൈസ് ചെയ്യണം, എത്ര വെയിറ്റിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ കൃത്യമായി അനലൈസ് ചെയ്യാൻ സഹായിക്കുന്നു. ഇനി നമ്മുടെ ലാബ് ടെസ്റ്റിന്റെ റിപ്പോർട്ട് കിട്ടാൻ കുറച്ചും കൂടെ നേരം എടുക്കും. ആ സമയത്ത് നമ്മൾ അക്കോമഡേഷനിലേക്ക് പോവാണ് കേട്ടോ. റൂം എന്നല്ല പറയേണ്ടത്, സത്യത്തിൽ ഒരു റിസോർട്ട് എന്ന് പറയുകയാണ് വേണ്ടത്. അത്രമാത്രം കംഫർട്ടായിട്ടുള്ള ഏറ്റവും നല്ല സൗകര്യങ്ങളുള്ള അക്കോമഡേഷനാണ് ഇവർ നമുക്ക് ഒരുക്കിയിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഫ്രഷായി ഒരു കാപ്പിയൊക്കെ കുടിച്ച ശേഷം വീണ്ടും ടെസ്റ്റുകളിലേക്ക് മടങ്ങാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചുപോയി. ഹോസ്പിറ്റലിൽ ചെന്ന ഉടനെ ലഞ്ച് കഴിച്ചു. അതിനുശേഷം ലാബ് റിപ്പോർട്ടുകളെല്ലാം കളക്ട് ചെയ്തു. ഇനി നമ്മൾ കാർഡിയോളജിസ്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. എക്കോ, ECG, TMT ടെസ്റ്റ് റിസൾട്ട്, ലാബ് റിപ്പോർട്ട് എല്ലാം അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹൃദയം നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാണെന്ന് ഒന്നുകൂടെ ഞാൻ ഉറപ്പുവരുത്തി കേട്ടോ. ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായിട്ട് ഒന്ന് കണ്ട് ഈ ഡോക്ടേഴ്സിനെ പേഴ്സണലായിട്ട് ഇന്റർവ്യൂ എടുക്കാനുള്ള ഒരു അവസരം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഉറപ്പായിട്ട് നമ്മുടെ ഈ പാക്കേജിന്റെ ടെസ്റ്റുകൾ കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം. പോഡിയാട്രിക് സർജൻ കൺസൾട്ടേഷനാണ് പിന്നീട് ചെയ്തത്. കാല് വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചു. പ്രമേഹമുള്ളവർ 6 മാസം കൂടുമ്പോഴെങ്കിലും കാല് പരിശോധിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം പറഞ്ഞു തന്നു. ഇവിടെ അഹല്യയില് സെൻട്രൽ ലബോറട്ടറിയും ബ്ലഡ് ബാങ്കും പ്രവർത്തിക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ വേറെ എവിടെ ഇല്ലാത്തൊരു സൗകര്യം ഇവിടെ ഉണ്ട്. അഹല്യ വാട്ടർ ടെസ്റ്റിംഗ് ലാബ്. വെള്ളത്തിന്റെ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ആയിട്ടുള്ള ഏകദേശം 15ഓളം ടെസ്റ്റുകൾ നമുക്കിവിടെ തുച്ഛമായ തുകയ്ക്ക് നടത്തി തരുന്നുണ്ട്. അതിപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. വീണ്ടും റൂമിലെത്തി വിശ്രമിച്ചു. രാത്രി ഇവരുടെ ശില്പ ഉദ്യാനം വിസിറ്റ് ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ അഹല്യയിലെ ശില്പ ഉദ്യാനമായ സ്ത്രൈണത്തിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു എക്സ്പീരിയൻസ് ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. സ്ത്രൈണം എന്ന പേരിൽ ഇന്ത്യയിലെ ഒരുപാട് കലാകാരന്മാരുടെ കഴിവുകൾ അങ്ങനെ തന്നെ ഒപ്പിവെച്ച 120-ലധികം ശില്പങ്ങൾ. വെറും ശില്പങ്ങളല്ലാട്ടോ, ഓരോ കാലഘട്ടത്തിന്റെ, ഓരോ തലമുറയുടെ, ഓരോ ചരിത്രങ്ങളുടെ ഒക്കെ നേർപകർപ്പുകളാണ്. അപ്പൊ രാത്രിയുടെ ഭംഗിയിലെ ലൈറ്റിൽ നമ്മൾ ഏകദേശം എല്ലാ ശില്പങ്ങളും കണ്ടുട്ടോ. എല്ലാം അതിമനോഹരമായിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സാണ് കണ്ണകിയും നങ്ങേലിയും. അവരുടെ പ്രതികാരം മുലമുറിച്ച് എറിഞ്ഞതിന് ശേഷം തീർത്തവരാണ് രണ്ടുപേരും. അപ്പോൾ ഇത് എല്ലാ ഒരു കാഴ്ചകളും തീർച്ചയായിട്ടും നാളെ പകലും കൂടെ നമുക്കൊന്നും കൂടെ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം മൈൻഡ് അപ്പ് ചെയ്യാറായി. നമ്മുടെ ഈ നൈറ്റ് വാക്ക് കഴിഞ്ഞ് നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിൽ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, വിശാലമായി കടന്നുറങ്ങി രാവിലെ ഫ്രഷ് ആയിട്ട് എണീറ്റ് സെക്കൻഡ് ഡേയിലേക്ക് കിടക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് തൽക്കാലം ഗുഡ് നൈറ്റ്. വളരെ ശാന്തമായി, സമാധാനത്തോടെ, സന്തോഷത്തോടെ ഉറങ്ങി എഴുന്നേൽക്കാൻ സാധിച്ചു. രാവിലെ പ്രകൃതിയിലേക്ക് ഇറങ്ങിപ്പോകും പോലെയുള്ള ഈ നിൽപ്പും ചൂട് കാപ്പിയും പുതിയൊരു ദിവസത്തെ ഏറ്റവും മനോഹരമാക്കി. അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രഭാത സവാരിക്കായിട്ട് ഇറങ്ങി. ഇത്രയും മനോഹരമായ, ഇത്രയും വലിയൊരു ക്യാമ്പസ് ഞാൻ കാണാത്തത് കൊണ്ട് തന്നെയായിരിക്കും ഓരോ ചെറിയ നടത്തം പോലും ഒരു അത്ഭുത ലോകത്തിലേക്ക് എന്ന പോലെയാകുന്നു. പച്ചപ്പിന്റെ, സൗന്ദര്യത്തിന്റെ, കുളിർമയുടെ, സ്വാഭാവികതയുടെ സംഗീതം നിറഞ്ഞ വൃത്തിയും സൗകര്യങ്ങളും സമാധാനപരമായിട്ടുള്ള ചുറ്റുപാടും ചേർന്ന ഒരു കൊച്ചു വലിയ സ്വർഗം. അതിനുശേഷം നേരെ കണ്ണു പരിശോധനയിലേക്കാണ് പോയത്. ഡയബറ്റിക് റെറ്റിനോപ്പതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, അതായത് പ്രമേഹം കണ്ണിന്റെ ഞരമ്പിനെ ബാധിച്ചോ എന്നറിയാനുള്ള ടെസ്റ്റാണ്. അഹല്യ ഡയബറ്റീസ് ഹോസ്പിറ്റലാണെങ്കിൽ കൂടി
കൂടെ ഇവിടെ ന്യൂറോളജി ആൻഡ് ന്യൂറോ റീഹാബിലിറ്റേഷൻ, ഓർത്തോപീഡിക് ആൻഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വളരെ വിപുലവും സുസജ്ജവുമാണ്. രണ്ടാമത്തെ ദിവസം ഫാസ്റ്റിങ്ങിൽ ചെയ്യേണ്ട അൾട്രാസൗണ്ട് ഫൈബ്രോ സ്കാൻ ഉണ്ടായിരുന്നു. അത് നേരെ പോയി ചെയ്തു. ഫാറ്റി ലിവർ കണ്ടുപിടിക്കാനുള്ളൊരു സ്കാനിങ് ആയിരുന്നു കേട്ടോ. പിന്നെ നേരെ ബ്രേക്ക്ഫാസ്റ്റ്, പകൽ വെളിച്ചത്തിൽ ശില്പോദ്യാനം ഒന്നുകൂടെ കണ്ട് പുരാണങ്ങളിലെ എൻ്റെ ഇഷ്ട സ്ത്രീ കഥാപാത്രങ്ങളുടെ കൂടെ കുറേ നേരം ഓരോ കഥാപാത്രത്തിൻ്റെയും കഥകളും ചരിത്രവും കൂടെയുള്ളവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ പഴയ ഉഷ ടീച്ചറിൻ്റെ സന്തോഷവും സംതൃപ്തിയും. ഇനി അടുത്ത എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലേക്കാണ് പോയത്. നല്ല മഴയായിരുന്നു കേട്ടോ. പാലക്കാട് അഹല്യയുടെ ഹെറിറ്റേജ് വില്ലേജിലാണ്. പരം പഴയകാല സംഗീതോപകരണങ്ങളുടെ ശേഖരമാണ് ഇവിടെയുള്ളത്. അരുവിമുള എന്നാണ് ഇതിന്റെ പേര്. അതായത് അരുവിയിൽ കൂടെ വെള്ളം ഒഴുകുന്ന ഒരു ഫീലാണ് കേട്ടോ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഇനങ്ങൾ, തരങ്ങൾ ഒക്കെയുണ്ട്. എല്ലാ വിവരങ്ങളും രേഖകളും കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് ഒരു പെയിൻറ്റിങ് ഗാലറി ഉണ്ടായിരുന്നു കേട്ടോ. നിറങ്ങൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പെയിൻറ്റിങ്ങിൽ ചരിത്രത്തെ പുതുമയും പഴമയും ചേർത്ത് ഏറ്റവും ഭംഗിയായി വരച്ച് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരിടം. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് കളിമൺ ശില്പങ്ങളുടെ ശേഖരമായ ടെറാക്കോട്ടോ മ്യൂസിയത്തിലേക്കാണ്. എനിക്കിവിടെ വളരെ പേഴ്സണലായിട്ടുള്ള ഒരു ബന്ധം കൂടെ ഉണ്ട് കേട്ടോ. ഈ ടെറാക്കോട്ട ശില്പ നിർമ്മാണ വേളയിൽ എൻ്റെ ഒരു സുഹൃത്തും പങ്കാളിയായിരുന്നു. അന്ന് ഞാനിവിടെ 2-3 തവണ വന്നിട്ടുമുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ്. അന്നത്തെയും ഇന്നത്തെയും അഹല്യ ക്യാമ്പസിൻ്റെ പ്രകടമായ മാറ്റം ഏറ്റവും സന്തോഷം നിറഞ്ഞതും അതിശയപ്പെടുത്തുന്നതുമാണ്. പ്രകൃതിയോട് ഒരുപാട് ഇണങ്ങി നിൽക്കുന്ന നിർമ്മിതികൾ, ഒരു മരം പോലും മുറിക്കാതെ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ, സ്വാഭാവികമായിട്ടുള്ള ചുറ്റുപാടിലെ ജീവജാലങ്ങൾ, അവരുടെ വിഹാര കേന്ദ്രങ്ങൾ, കളകൂചനങ്ങൾ എത്ര വർണ്ണിച്ചിട്ടും സത്യം പറഞ്ഞാൽ എനിക്ക് മതിയാവുന്നേയില്ല. ഈ ക്യാമ്പസിന്റെ ഫൗണ്ടറുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വിഷൻ എന്താണെന്നറിയോ? അഹല്യ ഹെൽത്ത്, ഹെറിറ്റേജ് ആൻഡ് നോളേജ് വില്ലേജ് കൺസെപ്റ്റ്. അതിൽ അഹല്യ ഹെൽത്ത് കൺസെപ്റ്റിൽ 4 ആശുപത്രികളാണ് ഉള്ളത്. 1 അഹല്യ ഡയബറ്റീസ് ഹോസ്പിറ്റൽ, 2 അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, 3 വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, 4 അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അഹല്യ ഹെറിറ്റേജ് കൺസെപ്റ്റിലാണ് ഹെറിറ്റേജ് വില്ലേജും ശില്പ ഉദ്യാനവും ഉള്ളത്. നമ്മളതെല്ലാം കണ്ടു കഴിഞ്ഞതാണല്ലോ അല്ലേ? അവസാനമായിട്ടുള്ളത് അഹല്യ നോളേജ് കൺസെപ്റ്റിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. MBA കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, സ്കൂളുകൾ, മീഡിയ സ്റ്റഡീസ് ആൻഡ് ഫ്യൂച്ചർ ടെക്നോളജീസ്, കൂടാതെ നേഴ്സിംഗ് കോളേജ്, പാരാമെഡിക്കൽ, ഫാർമസി കോളേജുകളും ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിലെ ബെസ്റ്റ് ഹോസ്പിറ്റൽ ക്യാമ്പസ് മാത്രമല്ല കേട്ടോ അഹല്യ, ബെസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ് എന്ന് പറയാതെ വയ്യ. വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ മാസ്മരിക ഭംഗി ഏറ്റവും നന്നായി ആസ്വദിക്കാൻ പറ്റിയ ഒരിടം. കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡായ ഡോക്ടറുമായും എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡായ ഡോക്ടറുമായിട്ടുമുള്ള ചില ചോദ്യോത്തരങ്ങളുടെ പ്രസക്ത ഭാഗങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം തീർച്ചയായിട്ടും നിങ്ങൾക്കായി രണ്ടാമത് നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. ഞാൻ ബേസിക്കലി ഇപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്. നമ്മുടെ അഹല്യ ഹോസ്പിറ്റലിലെ കാർഡിയോ ഡയബറ്റിക് വെൽനസ് പാക്കേജിൽ ഞാനൊരു പാക്കേജ് എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ എനിക്ക് 1-2 സംശയങ്ങളുണ്ട്, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഈ പ്രമേഹമുള്ള എല്ലാ രോഗികൾക്കും ഹൃദ്രോഗം വരാനുള്ള ചാൻസ് ഉണ്ടോ? കൂടുതലാണ്. പ്രമേഹം, പ്രഷർ, അതല്ലെങ്കിൽ കൊളസ്ട്രോൾ, പിന്നെ സ്മോക്കിങ്, ഈ എല്ലാ കാര്യങ്ങളെല്ലാം ഹാർട്ടിൻ്റെ ഈ കൊറോണറി ആർട്ടറീസിനുള്ള ബ്ലോക്ക് ഉണ്ടാക്കാനും അതുവഴി ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനും ഉള്ള സാധ്യത
കൂടുതലാണ്. പ്രമേഹ രോഗികൾക്ക് ഹാർട്ട് അറ്റാക്കിനുള്ള ചാൻസ് 3 മടങ്ങ് കൂടുതലെന്നാണ് പറയുന്നത്. അതിന് എന്തൊക്കെ പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാൻ സാധിക്കും? പ്രമേഹ രോഗികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും കൂടിയിട്ടുള്ളതാണ്. അതായത് എന്തൊക്കെ അപായ ഘടകങ്ങളാണോ, ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ അപായ ഘടകങ്ങളാണ്. അതായത് പ്രമേഹം, പ്രഷർ, ഹൈ കൊളസ്ട്രോൾ, പിന്നെ സ്മോക്കിംഗ്, പിന്നെ വ്യായാമമില്ലായ്മ, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെയാണ് നമുക്ക് മാറ്റം വരുത്താവുന്ന അപായ ഘടകങ്ങൾ. അപ്പോൾ അതെല്ലാം നോക്കണം. അപ്പോൾ ഒരു ഡയബറ്റീസ് ഉള്ള ആളാണെങ്കിൽ ഡയബറ്റീസ് മാത്രം ഫോക്കസ് ചെയ്താൽ പോരാ, ബാക്കി എല്ലാം ഉണ്ടോ നോക്കണം, അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അതെ, ഈ വെൽനസ് പാക്കേജിൽ അതാണ്, വെറുതെ ഡയബറ്റീസ് മാത്രമല്ല ചെക്ക് ചെയ്യുള്ളൂ. അപ്പോൾ പ്രഷർ കൂടുതലുണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, കിഡ്നിയുടെ ഫങ്ഷൻ എങ്ങനെയുണ്ട്, ലിവർ എങ്ങനെയുണ്ട്, എല്ലാം നോക്കിയിട്ട് അതിനനുസരിച്ച് ഒരു അഡ്വൈസാണ് തരുന്നത്. അപ്പോൾ അതിൽ ഈ ഹൃദയാഘാതം വരാതിരിക്കാൻ, ഹൃദയത്തിൽ ബ്ലോക്ക് വരാതിരിക്കാൻ എല്ലാം കൺട്രോൾ ചെയ്യണം. പ്രമേഹം പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യണം. അതായത് HbA1c എന്ന് പറഞ്ഞാൽ ഒരു 3 month ആവറേജിൽ അത് 6.5 to 7 റേഞ്ചിൽ നിർത്തണം. പിന്നെ പ്രഷർ 130 സിസ്റ്റോളിക്, 130ൻ്റെ താഴെ നിർത്തണം. അതുപോലെ കൊളസ്ട്രോളിൻ്റെ LDL എന്ന് പറഞ്ഞ ഒരു കൊളസ്ട്രോളിൻ്റെ ഘടകമുണ്ട്, മോശം കൊളസ്ട്രോൾ. അത് ഡയബറ്റീസ് മാത്രമേ ഉള്ളൂ വെച്ചാൽ 100ൻ്റെ താഴെ മതി എന്നാണ് പറയുക. പക്ഷേ 2 അപായ ഘടകങ്ങളുണ്ടെങ്കിൽ എന്തായാലും 70ൻ്റെ അടുത്ത്. നമ്മളെപ്പോഴും ഈ 40 വയസ്സിന് ശേഷമാണല്ലോ കൂടുതൽ ആരോഗ്യം ശ്രദ്ധിക്കുന്നത്. പക്ഷെ ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് ഈ NRIs ഒക്കെ ഒരു 30 വയസ്സിന് ശേഷം പെട്ടെന്നായിട്ട് ഈ 6 മാസം ഒരുപാട് കേസുകൾ നമ്മൾ കാണുന്നത് വെറും ചെറുപ്പക്കാരൻ. അതെന്താണ് കാര്യം? അവരുടെ ജീവിതശൈലി തന്നെയായിരുന്നു. NRIs ആണ് കൂടുതൽ. NRIs അതൊക്കെ നമുക്ക് തോന്നുന്നതാണ്, ഈ ഇതെല്ലാം തോന്നലുകളാണ്. പക്ഷേ ഏഷ്യൻസിൽ നമ്മൾ റിസർച്ച് ചെയ്തിട്ട് കണ്ടിട്ടുള്ളത് ഏഷ്യൻസിൽ ഹാർട്ട് അറ്റാക്ക് 10 years earlier ആണ്. അപ്പോൾ അതായത് വെസ്റ്റേൺ പോപ്പുലേഷനിൽ ലെറ്റസ് ഒരു 100,000 ഹാർട്ട് അറ്റാക്സ് ബിറ്റ്വീൻ ദി ഏജ് ഓഫ് 40 and 50 ഉണ്ടാവുന്നുണ്ട് ഒരു കൊല്ലം. ഇവിടെ അത് അതേ എമൗണ്ട് 30 to 40 കാണും. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ യങ്ങർ ജനറേഷനിൽ കൂടുതലുണ്ട്. അത് വാസ്തവമാണ്, കൂടുതലുണ്ട്. പക്ഷേ NRIs കൂടുതലുണ്ട് എന്നുള്ളത് എവിടെയും. പക്ഷേ പ്രോബബ്ലി അവിടെ കുറച്ച് കൂടുതൽ ഉണ്ടാവാം. ഈ സ്ട്രെസ് വളരെ കൂടുതലാണ്, ഫുഡിന്റെ കൺട്രോളും കുറവാണ്. They have plenty of money, and when they have plenty of money they eat plenty. Depends. ഇപ്പൊ കുറച്ചുകൂടി അവയർനെസ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഈ പാരമ്പര്യമായിട്ട് വരുന്ന ഒരു രോഗമാണ് പ്രമേഹം എന്നതാണ് ഒരു വയ്പ്. പാരമ്പര്യമായിട്ട് അങ്ങനെ ഇപ്പൊ ഒരു വീട്ടിൽ ഇപ്പൊ 2 മക്കൾ അല്ലെങ്കിൽ 3 മക്കളുണ്ടെങ്കിൽ ഈ 3 കുട്ടികൾക്കും ഹെറിഡിറ്ററി ആയിട്ട് ഈ സ്വത്ത് പകർന്ന് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കുവോ? ഇത് പ്രത്യേകിച്ച് നമ്മുടെ ടൈപ്പ് 2 പ്രമേഹം, അതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് സമൂഹത്തിൽ കണ്ടുവരുന്നത്. അപ്പോൾ ടൈപ്പ് 2 പ്രമേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യം വലിയൊരു ഫാക്ടറാണ് എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, പാരമ്പര്യം ഇല്ലെങ്കിൽ വരില്ല എന്നുള്ള ധാരണയുള്ള പല ജനങ്ങളും ഉണ്ട്. അത് തെറ്റാണ്. അപ്പം പാരമ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് ഫാക്ടർ അഡീഷണൽ ആണ്. അതായത് അച്ഛനോ അമ്മയ്ക്കോ ഒരാൾക്കുണ്ടെങ്കിൽ അതിൽ കുട്ടികളിൽ വരാനുള്ള ഒരു സാധ്യത 10% ഒരാൾക്കുണ്ടെങ്കിൽ. ഒരാൾക്കാണെങ്കിൽ 2 പേർക്കും പ്രമേഹം ഉണ്ടെങ്കിൽ വരാനുള്ള സാധ്യത 40%. അപ്പൊ എനിക്ക് 2 പേർക്കും ഉണ്ട്. അപ്പൊ 40% റിസ്ക്, ബാക്കി 60% ചിലപ്പോൾ ഫുഡ് ബ്ലോഗിംഗ് വഴി കിട്ടിയതാകാം. ബട്ട് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് കൂടുതലാണെന്ന് പറയാൻ പറ്റും. പക്ഷെ നമ്മളുടെ ജീവിതശൈലിയും എക്സസൈസ്, ഡയറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് കൺട്രോൾ ചെയ്യാം. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈല് ഇപ്പൊ ഒത്തിരി മാറിയല്ലോ. തീർച്ചയായിട്ടും അല്ലെ, എല്ലാവരും മാറിയിട്ടുണ്ട്. ഞാൻ പറയാം ഇൻക്ലൂഡിങ് എൻ്റെ ഉൾപ്പെടെ അല്ലെ, ഡോക്ടേഴ്സിന്റെ ഉൾപ്പെടെ ലൈഫ് സ്റ്റൈൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ മാറിയപ്പോഴത്തേക്കുമാണ് നമുക്ക് ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ ഡിസീസസും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത്. ഈ പ്രമേഹം എന്നുള്ളത് ഇപ്പൊ വരുന്നത് പുതിയതായിട്ട് വന്ന കാര്യമൊന്നുമില്ല. ഈവൻ 1500s പോലും അതിനെക്കുറിച്ച് ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുള്ളത് തന്നെയാണ്. ബട്ട് ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ദാറ്റ് ഈസ് ഒരു ഡ്രിഫ്റ്റ് അല്ലെങ്കിൽ ഷിഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലുള്ള നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ളൊരു സാധ്യത കുറയ്ക്കാൻ പറ്റും. ടൈപ്പ് 2 ഡയബറ്റീസ് 80% നമുക്ക് പ്രിവെന്റബിളാണ്. കെയർ ആണ് മുഖ്യം. ഇപ്പൊ പറഞ്ഞതുപോലുള്ള കെയർ തന്നെയാണ് മുഖ്യം. CARE, പലരും CURE ആണ് പ്രതീക്ഷിക്കുന്നത്, ക്യൂർ എന്നുള്ളത്. ബട്ട് നമുക്ക് ക്യൂറിനെക്കാട്ടിലും കെയർ തന്നെയാണ് ഇവിടെ വരുന്നത്. ആ കെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. കൺട്രോൾ ചെയ്യുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ്റെ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിന്റെ ഓൺസെറ്റ് ലേറ്റ് ആക്കാൻ പറ്റിയാൽ പോലും നമുക്ക് വിജയമാണ് അല്ലെ. ഒരു വ്യക്തിക്ക് 30 വയസ്സിൽ പ്രമേഹം തുടങ്ങുന്നതും
60 വയസ്സിൽ തുടങ്ങുന്നതിനകത്തും വളരെ വ്യത്യാസമാണ്. ആ 30 വർഷം നമുക്ക് പ്രമേഹം ഇല്ലാതെ ജീവിക്കാൻ പറ്റുകയാണെങ്കിൽ കോംപ്ലിക്കേഷൻ്റെ റിസ്ക്കും കുറയും. ലേറ്റ് ആയിട്ട് തുടങ്ങുന്ന പ്രമേഹത്തിന് കോംപ്ലിക്കേഷൻ റിസ്ക് ഇച്ചിരി കുറവും, ഏർലി ആയിട്ട് തുടങ്ങുമ്പോഴത്തേക്കും വളരെ കൂടുതലുമാണ്. കാരണം അത്രയും കാലം നമുക്ക് പ്രമേഹം കൊണ്ട് ജീവിക്കണം അല്ലേ? ഡോക്ടർ, പ്രത്യേകിച്ച് യാതൊരു അസുഖവും ഇല്ലാത്തൊരു വ്യക്തി അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. തീർച്ചയായിട്ടും. അവര് സ്ഥിരം പറയുന്ന ഒരു വാക്കുണ്ട്, എനിക്ക് അസുഖമൊന്നുമില്ല, ഞാൻ ഒരു വ്യായാമവും ചെയ്യണ്ടെന്ന്. ആ പറയുന്നതിന് വല്ല കഴമ്പും ഇല്ല. നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി എപ്പോഴും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. നമ്മളൊരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യുവാനും പറഞ്ഞുള്ള ഇപ്പം നന്നായിരിക്കുന്ന ആളെ ഇനിയും ദീർഘകാലം നന്നായിരിക്കാനായിട്ടും അത് തീർച്ചയായിട്ടും സഹായകരമാണ്. ഒരു അങ്ങനെ ഒരു സാധാരണ ഒരു വ്യക്തി, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും, ഓവർ വെയിറ്റ് പോലും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും ഡെയിലി ഒരു പറഞ്ഞ പോലെ ഒരു 30 തൊട്ട് 45 മിനിറ്റ് എങ്കിലും എക്സസൈസ്, അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു 150 മിനിറ്റ് എങ്കിലും എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ 150 മിനിറ്റ്സ് പെർ വീക്ക് എന്നാണ് ഗൈഡ് ലൈൻ. അങ്ങനെയാണെങ്കിൽ പോലും ദാറ്റ് ഈസ് വെരി ഗുഡ് എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് സ്പ്ലിറ്റ് ആയിട്ട് ചെയ്യാം, മനസ്സിലല്ലേ? ആഴ്ചയിൽ 5 ദിവസം ചെയ്ത് നിർത്താം, അല്ലെങ്കിൽ 6 ദിവസം ചെയ്യാം, മനസ്സിലായി? 5-6 ദിവസം ചെയ്യുന്നത് നല്ലത് തന്നെയാണ് പെർ വീക്ക്. തീർച്ചയായിട്ടും. ഒരു അസുഖം ഇല്ലാത്തവർ കറക്റ്റ്. എന്നാൽ അങ്ങനെയാണെങ്കിൽ അസുഖങ്ങൾ നമ്മളെപ്പോലെ ഇങ്ങനെയുള്ള നമ്മുടെ കാർഡിയോവാസ്കുലർ സിസ്റ്റം അല്ലെ, ഹാർട്ടും അത് സംബന്ധമായിട്ടുള്ള രക്തധമനികൾ നന്നായിരിക്കാനായിട്ട് ഉറപ്പായിട്ടും സഹായിക്കും. ഇത് കൂടാതെ ആ ഒരു 150 മിനിറ്റിന് ഒപ്പം തന്നെ അത് എയറോബിക് ആക്ടിവിറ്റി ഞാൻ പറയുന്നത്, മനസ്സിലായി? പിന്നെ അല്ല, എയറോബിക് എന്ന് പറയുന്നത് നമ്മുടെ ഒന്നുകിൽ വാക്കിംഗ്, ജോഗിങ്, റണ്ണിങ്, അതെല്ലാം എയറോബിക് ആണ്, മനസ്സിലായി? കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിന് നല്ലതാണ്, ഹാർട്ടും രക്തധമനികൾക്കും. മറ്റേത് വെയിറ്റ് ട്രെയിനിങ് അഥവാ മസിൽ ട്രെയിനിങ് നമ്മുടെ ആൾക്കാർ കുറച്ച് അതിൽ പിന്നിലാണ്. ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഭയങ്കരമായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും ചില ഫ്രീക്സ് ഉണ്ട് അല്ലെ, അങ്ങനെ അത്രത്തോളം ഒന്നും പോകാൻ പറ്റിയില്ലെങ്കിലും ഒരു ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും 10 തൊട്ട് 15 മിനിറ്റ് നമ്മളൊരു മസിൽ ട്രെയിനിങ്, റെസിസ്റ്റൻസ് ട്രെയിനിങ് അഥവാ നമ്മുടെ പറഞ്ഞ പോലെ മസിലിന് ആക്ടിവിറ്റി കൊടുക്കാൻ ടോൺ ചെയ്യാനുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾവേസ് വെരി ഗുഡ്.